വെൽക്കം ടു ATM ആൻഡ് വിഡ്രോ നോളജ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചാപ്റ്റർ 10 ലൈറ്റ് എന്ന ഭാഗം ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കോൺകേവ് മിററിനെ കുറിച്ച് പഠിച്ചു. കോൺകേവ് മിറർ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. വി ഹാഡ് എ സ്ഫിയർ ഇൻ അവർ ഹാൻഡ്, എ ക്രിസ്റ്റൽ സ്ഫിയർ. അതിൻ്റെ ഔട്ട്സൈഡ് നമ്മൾ പെയിന്റ് ചെയ്തു ആൻഡ് ദ ഇന്റീരിയർ വാസ് പോളിഷ്ഡ്. എന്നിട്ട് ഒരു വശം നമ്മൾ അതിനെ മുറിച്ചെടുത്തപ്പോൾ നമുക്കിതാ ഇങ്ങനൊരു സംഗതി കിട്ടി. ആ സ്ഫിയറിനൊരു സെന്റർ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു ഭാഗം അടർത്തി മാറ്റിയാൽ ആ സെന്റർ അവിടെ തന്നെ അവശേഷിക്കും. ആ സെന്റർ നമുക്ക് കിട്ടിയിരിക്കുന്ന മിററിന്റെ സെന്റർ ആയിരിക്കും. അതിനെ വിളിക്കുന്നതാണ് സെന്റർ ഓഫ് കർവേച്ചർ. Center of curvature was actually the center of the sphere of which this mirror is a part. ഈ മിറർ ഏത് സ്ഫിയറിന്റെ പാർട്ട് ആയിരുന്നോ ആ മിററിന്റെ ഏത് സ്ഫിയറിന്റെ പാർട്ട് ആയിരുന്നോ ആ സ്ഫിയറിന്റെ സെന്റർ തന്നെയാണ് നമ്മുടെ മിററിന്റെയും സെന്റർ ഓഫ് കർവേച്ചർ. നമ്മൾ പഠിച്ചു ഈ മിററിന്റെ സെന്റർ പോയിന്റ് ആണ് പോൾ ഓഫ് ദ മിറർ. പോളിലൂടെയും സെന്ററിലൂടെയും കടന്നു പോകുന്ന ലൈൻ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് നമ്മൾ പഠിച്ചു. ആ പ്രിൻസിപ്പൽ ആക്സിസിന്റെ മിഡ് വേയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. പോയിന്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഈ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ റഫ്ലി ഹാഫ് ഓഫ് CP ആയിരിക്കും. C മുതൽ P വരെയുള്ള നീളം റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് നമ്മൾ പഠിച്ചു. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയിലായിരിക്കും പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും P വരെയുള്ള ദൂരത്തിനെ നമ്മൾ F എന്ന് വിളിച്ചു. അപ്പോ CP എന്ന് പറഞ്ഞാൽ R ആണ് നമ്മൾ പഠിച്ചു. C മുതൽ P വരെ, ദാറ്റ് ഈസ് റേഡിയസ്. F മുതൽ P വരെയുള്ള ദൂരം F ആണെന്ന് പഠിച്ചു. F മീൻസ് ഫോക്കൽ ലെങ്ത്. ഈ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് CP യുടെ ഹാഫ് ആണ് നമ്മൾ പഠിച്ചു. സോ F ഈസ് ഇക്വൽ ടു 1/2 CP ആണ്, ഓർ F ഈസ് ഇക്വൽ ടു ഹാഫ് ഓഫ് CP എന്ന് പറയുന്നത് റേഡിയസ് ആണ്. സോ ഫോക്കൽ ലെങ്ത് ഓഫ് എ മിറർ ഈസ് ഹാഫ് ഓഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതാണ് കോൺകേവ് മിററിനെ കുറിച്ച് നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്ത പോയിന്റ്. All right, today we have something different. I have a crystal sphere in my hand. Today we are going to paint the interior of it. Unlike the one we did the previous day, we will paint the interior of this. The inside is painted black. Black surface is unable to reflect light, so that is the purpose of painting it black. It means the outer surface is very well polished so that the outer surface is able to reflect light. So these two are different. Its inner surface is capable of reflecting light, but over here its outer surface is capable of reflecting light. The interior is unable to reflect light. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ ഇതിന്റെ ഒരു ഭാഗം മുറിച്ചെടുക്കാം. ദ സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ ഉണ്ട്. ദിസ് ഈസ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ. ലെറ്റ് us cut it. And then this portion can be avoided. And one point I missed in the previous day, this distance is called aperture of a mirror. This distance, aperture. Over here, this is the aperture, the length from M to N. If you write M over here and Mn is the aperture. So let me just leave it. Now, this mirror has a center point. That is pole of the mirror, and the straight line that passes through pole and the center of curvature is known as
principal axis. ഇതിന്റെയും അതായിരുന്നു സെന്ററിലൂടെയും പോളിലൂടെയും കടന്നു പോകുന്ന സ്ട്രൈറ്റ് ലൈൻ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇതിന്റെയും പ്രിൻസിപ്പൽ ആക്സിസ് അതാണ്. And now midway between principal axis and midway between pole and the C, center of curvature. So let us mark that is principal focus. Principal focus have principal focuses or focus has a special definition, or both of these focuses have special definitions. I will explain, or I'll give you that definition when we study in detail about focus, when we start drawing image formation. And now the point midway between P and the C is called principal focus, and the distance from P to F, this distance is called focal length. I explained over here. Focal length will be roughly half of the radius of curvature. P to Z is the radius, and it's half this point. Principal focus, the distance from pole to focus is called F. F is always half of radius. And such a mirror, look, if you stand at the center of curvature and look over here, this portion is not the reflecting surface. Its reflecting surface is out. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇവിടെ വരാം. എപ്പോഴും ഇടതുവശത്ത് നിന്നിട്ടൊന്ന് നോക്കുക. ഇവിടെ ഇടതുവശത്ത് നോക്കുമ്പോൾ ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കേർഡ് ഇൻവേർഡ്. അതിനെ നമ്മൾ കോൺകേവ് മിറർ എന്നാണ് വിളിക്കുന്നത്. ഒരു കേവ് പോലെ, ഒരു ഗുഹ പോലെ അകത്തോട്ട് വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ കോൺകേവ് ആണ്. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ നോക്കുമ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്. ഇതിങ്ങനെയാണെങ്കിൽ ഇത് നേരെ തിരിഞ്ഞാണ്. അതിനെ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് മിറർ. അപ്പോൾ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ spherical mirror whose reflecting surface is curved outward. എന്നാൽ spherical mirror whose reflecting surface is curved inward is called concave. Outward is called convex mirror. അതിനെക്കുറിച്ച് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമ്മൾ ചില ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇത് നമുക്ക് മനസ്സിലായെങ്കിലേ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. Actually, the point I'm going to talk is going to be spoken in advance. Okay. Before I explain that, let me just explain something about coordinate axis. നമുക്കറിയാം x-axis and y-axis. Coordinate axis ഇതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇത് x ആണ്, x dash, y, y dash, point of origin. നമുക്കറിയാം ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകും തോറും പോസിറ്റീവ്സ് ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ നെഗറ്റീവ്സ് ആയിരിക്കും. ഇവിടുന്ന് മുകളിലേക്ക് പോയാൽ പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇവിടുന്ന് താഴോട്ട് പോയാൽ നെഗറ്റീവ് ആയിരിക്കും. നോക്കാം. കോർഡിനേറ്റ് ആക്സിസിൽ ദ ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് ഓഫ് ഒറിജിൻ ടുവേർഡ്സ് റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. റൈറ്റിലുള്ള എല്ലാം പോസിറ്റീവാണ്, ലെഫ്റ്റിലുള്ള എല്ലാം നെഗറ്റീവ്സ് ആണ്. ഇനി മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ്സ് ആണ്, താഴോട്ടുള്ളത് നെഗറ്റീവ്സ് ആണ്. നമുക്കതറിയാം. എങ്കിൽ ഈ രണ്ട് മിററിനെ കുറിച്ച് ഞാൻ ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഇവയൊന്ന് വായിച്ചൊഴിവാക്കാം. വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. Let me draw the coordinate axis. You will understand what I'm going to explain now. This is x, x dash, negative side of x. This is y, y dash, negative side of y. And we know that everything to the right, this direction, is positive. Everything to this direction is negative. Everything up is positive.
down, negative. Now you see, I have a concave mirror. This is a concave mirror. Concave mirror, its reflecting surface is curved inward. Principal axis, pole, center of curvature, F, and this is principal focus. ഈ മിറർ ഞാൻ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് ഇവിടെ വെക്കുന്നു എന്ന് വിചാരിക്കുക. വളരെ ശ്രദ്ധിച്ചിരിക്കുക. I just take this mirror and I place over here so that its P coincides with the point of origin. ഈ പോയിന്റ് ഓഫ് ഒറിജിനിൽ ഈ P വരുന്നു എന്ന് വിചാരിക്കുക. ആ വരുന്ന രീതിയിൽ ഞാൻ മിറർ ഇങ്ങോട്ട് അറേഞ്ച് ചെയ്യാൻ പോവാണ്. ദാ ഇങ്ങനെ. This is how I arranged. അപ്പൊ എന്തൊക്കെയായി? P coincides with point of origin. So P is here. This is the dark side of the mirror. And its principal axis falls on X axis. X ആക്സിസിന് മുകളിൽ ആര് വരുന്നു? പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് ദ മിറർ വരുന്നു. ഇവിടെയാണ്. അതിന്റെ അർത്ഥം സെന്റർ ഓഫ് കർവേച്ചർ എവിടെയുണ്ട്? എഫ് ഇവിടെ ഉണ്ട്, അറിയാം. സൗകര്യത്തിന് വേണ്ടി അല്പം ഞാൻ നീട്ടി വരയ്ക്കാം. ലെറ്റ് മീ ജസ്റ്റ് മാർക്ക് സി ഓവർ ഹിയർ സോ ദാറ്റ് വി ക്യാൻ ഹാവ് ഫോക്കസ് സംവെയർ ഓവർ ഹിയർ, റഫ്ലി സംവെയർ ഇൻ ബിറ്റ്വീൻ. അപ്പൊ ഞാൻ ചെയ്തത് ഈ മിററിനെ എക്സാക്ട്ലി ഇത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. പോൾ ഓഫ് ദ മിറർ പോയിന്റ് ഓഫ് ഒറിജിനിൽ വന്നു, പ്രിൻസിപ്പൽ ആക്സിസ് എക്സ് ആക്സിസിൽ വന്നു. എക്സ് ആക്സിസിന്റെ എവിടെ ഉണ്ട്? ഇവിടുന്ന് ഇങ്ങോട്ട് മൊത്തം എക്സ് ആക്സിസ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോസിറ്റീവ് സൈഡ് ഓഫ് എക്സ് ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് സൈഡ് ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ മിററിനെ നമ്മൾ ഇതിന്റെ ഇവിടെ പ്ലേസ് ചെയ്താൽ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് കോൺകേവ് മിറർ falls on negative side of x axis. X ആക്സിസിന്റെ നെഗറ്റീവ് സൈഡിലാണ് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് വീണിരിക്കുന്നത്, നമുക്കറിയാം. ഇനി ചില കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. പോയിന്റ് ഓഫ് ഒറിജിൻ എക്സ് ആൻഡ് വൈ ആക്സിസിന്റെ പോയിന്റ് ഓഫ് ഒറിജിൻ നിൽക്കുന്നു. ആ പോയിന്റ് ഓഫ് ഒറിജിൻ മിററിന്റെ പോളാണ്, അവിടെ നിൽക്കുന്നു. ഇവിടെ നമ്മൾ നിന്നിട്ട് നോക്കുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മുടെ ഇടതുവശത്താണ്. ഇടത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, ലെഫ്റ്റ്. അതിന്റെ അർത്ഥം കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് നെഗറ്റീവ് ആണ്. മറ്റൊരു സംഗതി, കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറും ഇടതുവശത്താണ്, നെഗറ്റീവ് സൈഡിലാണ്. കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസും ഇടതുവശത്താണ്. മനസ്സിലായി? ഈ കാര്യങ്ങളാണ് അത്യാവശ്യം നമ്മൾ അറിയേണ്ടത്. ഒന്ന്, കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് നമ്മുടെ ഇടതുവശത്താണ്. കോൺകേവ് മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറും ഇടതാണ്. കോൺകേവ് മിററിന്റെ ഫോക്കസും ഇടതുവശത്താണ്. അങ്ങനെയാണെങ്കിൽ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത്, ഈ ലെങ്തിനാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഫോക്കൽ ലെങ്തും എവിടെയാണ്? ഇടതുവശത്താണ്. ഇതെല്ലാം ഇടതുവശത്തായതുകൊണ്ട്, ഫോക്കൽ ലെങ്ത് ഇടതുവശത്തായതുകൊണ്ട് അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ആരുടെയാണ്? കോൺകേവ് മിററിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ഇടതുവശത്തായിരിക്കും. കാരണം its focus is on the left side, so that this distance is also on the left side. മനസ്സിലായി? ഏതിന്റെ പോയിന്റ് ഓഫ് ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. നമുക്ക് എക്സ് ആക്സിസ് വൈ ആക്സിസിനെ കുറിച്ചും അറിയാം, അതുകൊണ്ടാണ്. അപ്പൊ മനസ്സിലാക്കുക, കോൺകേവ് മിറർ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. അതിന്റെ ആക്സിസ് ഇവിടെ, സെന്റർ ഓഫ് കർവേച്ചർ is on the left side, focus is on the left side, so that its focal length is also on the left side. Since its focal length is on the left side, focal length of a concave mirror is always negative. കാര്യങ്ങൾ മനസ്സിലായി? ഓക്കെ, അടുത്തത് സിമ്പിൾ ആയി നിങ്ങൾക്ക് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാവും.
ഇനി ഇതിന് പകരം നമുക്കൊരു കോൺകേവ് മിററിനെ എടുക്കാം. സോറി, കോൺവെക്സ് മിററിനെ എടുക്കാം. കോൺകേവ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് കോൺവെക്സ് മിറർ. ഇതിന്റെ പോൾ ഇവിടാണ്. ഇതിങ്ങനെയായിരുന്നു വരുന്നത്. അപ്പോൾ സെന്റർ ഓഫ് കർവേച്ചർ വാസ് ഓൺ ദ റൈറ്റ് സൈഡ്, ഫോക്കസ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. അതും വലതുവശത്താണ് അല്ലേ? രണ്ടും ഇങ്ങനല്ലേ? ഇതിന്റെ എല്ലാം ഇടതും കോൺകേവിന്റെ എല്ലാം ഇടതും കോൺവെക്സിന്റെ എല്ലാം വലതുമാണ്. ഈ മിററിനെ നമുക്ക് ഇതാ ഇവിടെ കൊണ്ടുവെക്കാം. മുമ്പ് നമ്മൾ വെച്ചതുപോലെ തന്നെ പ്ലേസ് ദിസ് മിറർ ഓവർ ഹിയർ സോ ദാറ്റ് we get a figure something like this. This is how we get. This is the non-reflecting surface. So pole coincides with origin and its principal axis falls on the right side, that is on the positive side of x-axis. അപ്പോൾ ഇവിടെയാണ് പോസിറ്റീവ് സൈഡ് ഓഫ് എക്സ് ആക്സിസിലാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസിൽ വീഴുന്നത്, ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ may come somewhere over here. Midway between P and C is F. The distance between P and F is small letter of principal focus. ഇന്റെയും പോളിന്റെയും ദൂരമാണ് ഫോക്കൽ ലെങ്ത്. ഇനി നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കാം. കോൺവെക്സ് മിറർ എങ്ങനെ ഇരിക്കുന്നു? ഇറ്റ്സ് പ്രിൻസിപ്പൽ ആക്സിസ് is on the right side, that is on the positive side of x. And if you stand here and observe, its center of curvature is on the right side and its focus is also on the right side. Therefore, principal focus is on the right side. Therefore, focal length is also on the right side. What lens are we talking about? It's convex mirror. Sorry, not lens, mirror. അങ്ങനെയാണെങ്കിൽ since focal length of a convex mirror is on the right side, could it be positive or negative? വലതുവശത്തുള്ളതെല്ലാം നമ്മൾ പഠിച്ചു, വലത്തോട്ട് കാണിക്കുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ ഇസ് പോസിറ്റീവ്. കാര്യം വ്യക്തമാണ്. അപ്പൊ ഏത് മിററിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്, ഏത് മിററിന്റെ പോസിറ്റീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇത് കോൺവെക്സിന്റെ ആണ്, അതിന്റെ റൈറ്റ് സൈഡിലാണ്, അതുകൊണ്ട് പോസിറ്റീവ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു പ്ലേസ് എ കോൺകേവ് മിറർ, its center of curvature is here, its focus is here, this is the principal, this is a principal focus, this is focal length. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെതെല്ലാം പോസിറ്റീവ്, ഇതിൻ്റെതെല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ്, കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, നൗ let me speak something about sign conventions. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി sign conventions. Sign conventions are very important to derive a mirror formula, and sign conventions should be always kept in mind when we do some numerical questions with regard to mirrors. ചില ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവ ചെയ്യാനായിട്ട് നമുക്ക് സൈൻ കൺവെൻഷൻസ് മനസ്സിൽ വരണം. ഏതൊക്കെ നെഗറ്റീവ് ഏതൊക്കെ പോസിറ്റീവ് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പൊ സൈൻ കൺവെൻഷൻസ് എന്താണെന്നൊന്ന് ചുരുക്കി ഞാൻ പറയാം. Now, let me take one mirror, a concave mirror, for example. This is the principal axis, center of curvature, focus, pole of the mirror, and this is focal length of the mirror. And now let me draw another mirror. This is convex. Center of curvature over here, focus is here, pole is here, focal length is over here. നോക്കാം. സൈൻ കൺവെൻഷൻസ് എന്ന് പറഞ്ഞാൽ ചില അസംഷൻസ് ആണ്. നമ്മുടെ കയ്യിൽ രണ്ട് മിറേഴ്സ് ഉണ്ട്, ഒന്ന് കോൺകേവ് ആണ്, ഒന്ന് കോൺവെക്സ് ആണ്. ഇത് കേവ് ആണ്,
ഇത് കോൺവെക്സ് ആണ്. ഒന്നാമത്തെ അസംഷൻ, we place an object always on the left side of the mirror, whether it is concave or convex. നമ്മൾ ഈ മിറേഴ്സ് വെച്ച് ചില ഒബ്ജക്ട്സിനെ ഫോക്കസ് ചെയ്യുന്നു, ചില ഒബ്ജക്ട്സിന്റെ ഇമേജസ് ഇത് വെച്ച് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയാണോ ഫോക്കസ് ചെയ്യുന്നത്, ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് സപ്പോസ് ടു ബി ഓൺ ദ ലെഫ്റ്റ് സൈഡ്. ആദ്യത്തെ അസംഷൻ ആണ് എന്താണ്, ഒബ്ജക്റ്റ് ഈസ് ഓൾവേസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്. അപ്പോ ഇതാണ് മിറർ എങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ്. അതിന്റെ അർത്ഥം ഈ ഭാഗത്തായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നത്. സോ ലെറ്റ് us place an object something like this. This is a common way to show an object. അപ്പോൾ സാധാരണ ഇതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് അവിടെയാണ്. എന്നാൽ ആസ് പെർ അസംഷൻ ഒബ്ജക്റ്റ് ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ അതിനാണ് ഞാൻ ഇതിനെ ഇങ്ങോട്ട് നീട്ടി വരച്ചത്. ഒബ്ജക്റ്റ് ഈസ് ഹിയർ. Whether it is concave or convex, object is always on the left side. Let me say object. This is object. This is object. ഇനി രണ്ടാമത്തത്, ഈ ഒബ്ജക്റ്റിൽ നിന്നും മിററിലേക്ക് ലൈറ്റ് വരുന്നു. ഇവിടുന്ന് ഒരു റേ ഓഫ് ലൈറ്റ് വരുന്നു നിൽക്കുക, ഇങ്ങോട്ടാണ് അത് വരുന്നത്. അല്ല, ഈ ഭാഗത്തുനിന്ന് ഒരു ലൈറ്റ് വരുന്നു എന്ന് വിചാരിക്കുക. Look at the direction. It is going from left to right. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് ലൈറ്റ് പോകുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് മീൻസ് എ പോസിറ്റീവ് ഡയറക്ഷൻ. ഇടതുവശത്തു നിന്ന് വലതുവശത്തോട്ട് പോയാൽ എന്ത് ഡയറക്ഷൻ ആയിരിക്കും? പോസിറ്റീവ് ആണ്. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. അപ്പോ ഈ ഡയറക്ഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതിന്റെ അർത്ഥം light from object is coming from left to right. Light from object is coming to the mirror. Light from object is coming to the mirror from left to right. ഇവിടെയാണല്ലോ അത് തന്നെയാണ്. ഇവിടുന്ന് ഒബ്ജക്റ്റ് വെച്ചിട്ടേ കാര്യമുള്ളൂ, ഇവിടെ ഒബ്ജക്റ്റ് വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ഒബ്ജക്റ്റ് വെച്ചാൽ ഇവിടുത്തെ നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്, അതുകൊണ്ട് അവിടെ വെക്കേണ്ട ആവശ്യമില്ല. പ്രിൻസിപ്പൽ ആക്സിസ് അവിടെയാണെ പോലും, അതുകൊണ്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ഇവിടെ വെക്കുന്നത്. സോ ഇതിന്റെ കേസിലും ലുക്ക്, light from the object is coming from left to right to the mirror. That is a direction of light from left to right. Next, ഇത് പോളാണ് നമുക്കറിയാം. ഈ പോളിന് മുകളിലുള്ള ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതിന്റെ ഹൈറ്റ് നമുക്ക് അളക്കണം. ഇതിന്റെ ഹൈറ്റ് നമുക്ക് അളക്കണം. ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് തന്നെയായിരിക്കും. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് ആയിരിക്കും, ഈ ഹൈറ്റ് ആയിരിക്കും അല്ലെ? ഈ ഹൈറ്റ് ഇവിടുന്ന് അളക്കാതെ തന്നെ നമുക്ക് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടുന്ന് അളക്കാൻ പറ്റും. അപ്പോ എവറി ഹൈറ്റ് എബൌട്ട് ദ പ്രിൻസിപ്പൽ ആക്സിസ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമാണ് ഞാൻ പറയുന്നത്. പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലുള്ള എല്ലാ പോയിന്റും പെർപെൻഡിക്കുലർലി അപ്വേർഡ് ഉള്ള എല്ലാ പോയിന്റും ഇവിടുന്ന് നേരെ മുകളിലോട്ടാണ് അളക്കുന്നത്. നേരെ മുകളിലോട്ടാണ് നമ്മൾ അളക്കുന്നത്. അതിന്റെ അർത്ഥം എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് പോയാൽ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ അർത്ഥം ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ട് അളക്കുന്ന എല്ലാ അളവുകളും പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ഇതിൽ നിന്ന് നേരെ താഴോട്ട് ഇവിടെ ഒരു സാധനമുണ്ട്, അതിന്റെ ഹൈറ്റ് അളക്കണം. നേരെ താഴോട്ട് അളന്നാൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇഫ് സംതിങ് ഈസ് മെഷർഡ് ഡൗൺവേർഡ് പെർപെൻഡിക്കുലർ ഡൗൺവേർഡ്, ദാറ്റ് കുഡ് ബി നെഗറ്റീവ്. എന്തിൻ്റെയെങ്കിലും ഹൈറ്റ് താഴോട്ട് അളന്നാൽ നെഗറ്റീവ് ആയിരിക്കും. എന്തിൻ്റെയെങ്കിലും ഹൈറ്റ് മുകളിലോട്ട് അളന്നാൽ പോസിറ്റീവ് ആയിരിക്കും. ഇത് വെച്ച് പഠിച്ചാൽ മതി. പോസിറ്റീവ് മുകള്, നെഗറ്റീവ് താഴെ. ഇടത്തോട്ട് വന്നാൽ നെഗറ്റീവ്, വലത്തോട്ട് വന്നാൽ പോസിറ്റീവ്. അപ്പോ ഇവിടെ ഒരു സാധനം ഉണ്ടെന്ന് വെക്കുക. എനിക്കിത് പോളിൽ നിന്നും എന്തുമാത്രം ദൂരെയാണെന്ന് എനിക്ക് അളക്കണം. എങ്ങനെയാണ് അളക്കുന്നത്? ഐ ഹാവ് എ മെഷറിംഗ് ടേപ്പ് ഇൻ മൈ ഹാൻഡ്. Every distance on this principal axis is measured from pole of the mirror. ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ കടക്കുന്ന ഏതൊരു പോയിന്റിന്റെയും ഡിസ്റ്റൻസ് എവിടെ നിന്നാണ് അളക്കുന്നത്? പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന്,
പോൾ ഓഫ് ദ മിററിൽ നിന്നാണ് അളക്കുന്നത്. ഇതിന്റെ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എനിക്ക് അളക്കണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടല്ല അളക്കുന്നത്, മറിച്ച് പോളിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് അളക്കുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിലുള്ള ഏതൊരു പോയിന്റിന്റെയും ഡിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഫ്രം പോൾ ഓഫ് ദ മിറർ. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ ഇവിടെ ഒരു പോയിന്റ് കിടക്കുന്നു, അതിന്റെ ഡിസ്റ്റൻസ് ഞാൻ അളക്കണമെങ്കിൽ എന്ത് ചെയ്യണം? I should place my measuring tape at P first and extend the tape to that point. അതിന്റെ അർത്ഥം ഞാൻ ഇവിടെ നിന്നും ഇടത്തോട്ടാണ് അളക്കുന്നത്. ഇടത്തോട്ട് അളന്നാൽ that distance is considered to be negative. അപ്പോ ഈ ഭാഗത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ട്, അതിന്റെ ഡിസ്റ്റൻസ് അളക്കണമെങ്കിൽ പോളിൽ നിന്നും ലെഫ്റ്റിലേക്കാണെന്ന് പറഞ്ഞു. പോളിൽ നിന്നും ലെഫ്റ്റിലേക്ക് എന്തെങ്കിലും അളന്നാൽ അതിന്റെ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണെന്ന് പറയും. ഇനി ഞാൻ ഇങ്ങോട്ടൊന്ന് നീട്ടാം. ഈ കോൺകേവ് മിററിന്റെ ആക്സിസ് അങ്ങോട്ടൊന്ന് നീട്ടി. ഇവിടെ ഒരു സംഗതി ഉണ്ടെന്ന് വെക്കുക. I should measure the distance of this point from pole. ഞാൻ എങ്ങനെ അളക്കണം? I have the measuring tape. I place the measuring tape at P first and it is measured towards right side. അപ്പൊ പോളിന് വലതുവശത്തുള്ള ഒരു പോയിന്റ് ഡിസ്റ്റൻസ് ഞാൻ അളക്കുന്നത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് വലത്തോട്ടാണ്. വലത്തോട്ട് അളന്നാൽ അത് പോസിറ്റീവ് ആയിരിക്കും. അത് കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും തുല്യമാണ്. മനസ്സിലായി? അപ്പോ കുറെ ഞാൻ വരച്ചിട്ടിരിക്കുന്നു, എങ്കിൽ ഇനി വളരെ ചുരുക്കി ഒന്ന് ഓടിച്ചിട്ട് പറയാം. So we have a concave mirror, for example. Principal axis, it's very important. Numerical question വരുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാകണം. Pole of the mirror, focus of the mirror, center of curvature. This distance is called focal length. First assumption, object is always placed on the left side of the mirror. Object. അപ്പോൾ ഞാൻ ചോദിക്കാം, see, object is over here. What is the distance of the object? എവിടെ നിന്ന് അളക്കണം? അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ object is on the left side. I have a measuring tape. Place the measuring tape at P and measure towards left side. ലെഫ്റ്റിലേക്ക് അളന്നാൽ അത് നെഗറ്റീവ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ മുതൽ പിയിൽ നിന്നും അവിടെ വരെയുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് യു എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. യു ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ്. Object is on the left side, therefore it is measured towards left side, therefore its distance is always negative. മനസ്സിൽ വേണം, ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ ഒരു ഇമേജ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അതെന്ത് തരം ഇമേജ് ആണെന്നുള്ളത് we will discuss later. ഇവിടെ ഒരു ഇമേജ് ഉണ്ടായി എന്ന് വിചാരിക്കുക. I should measure its distance from the pole. How should I measure? To left or right? Measuring tape in my hand, place at P, measure towards left side. അപ്പോൾ ഒബ്ജക്റ്റ് ലെഫ്റ്റിലായതുകൊണ്ട് അതിന്റെ ഡിസ്റ്റൻസ് നെഗറ്റീവ് യു ആണ്. ഇവിടെ ഇമേജും ലെഫ്റ്റ് സൈഡിലാണ്. ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് ഈസ് ഡിനോട്ടഡ് വിത്ത് ദ ലെറ്റർ വി. ഡിസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഡിനോട്ടഡ് വിത്ത് ദ ലെറ്റർ യു and that is always negative. Distance of the object is u negative. Distance of the image is negative when it is on the left side. It can be positive as well. എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്? നോക്കാം. Object is here. ഇമേജ് ഇവിടെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ദിസ് ഈസ് പോൾ ഓഫ് ദ മിറർ. ഇമേജ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഇവിടെ നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസിൽ വെക്കുന്നു, അതിന്റെ വലത് ഇടത് എന്നുള്ളതാണ്. ഓക്കെ, അവിടെയാണെങ്കിൽ ഇങ്ങോട്ടാണ് ഡിസ്റ്റൻസ്. ഇമേജ് ഈസ് ഓൺ ദ റൈറ്റ് സൈഡ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ് വി, ദാറ്റ് ഈസ് പോസിറ്റീവ്. മനസ്സിലായി? ഡിസ്റ്റൻസ് ഓഫ് ദ ഇമേജ് ക്യാൻ ബി നെഗറ്റീവ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്. When can it be negative? When it is on the left side, it is negative. When it is on the right side, that is positive. But
distance of the object is always negative, because whatever be the cases, object is always placed on the left side. അതിന് മാറ്റമില്ല. അത് മനസ്സിലായി. അപ്പൊ ഇനി പ്രിൻസിപ്പൽ ഫോക്കസ് പേപ്പർ പറഞ്ഞു, ഇത് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിന്റെ എല്ലാം നെഗറ്റീവിലാണ്, ഇടതുവശത്താണ്. അതുകൊണ്ട് ഇതാണ് പ്രിൻസിപ്പൽ ഫോക്കസ്, ഇതാണ് ഫോക്കൽ ലെങ്ത്. ഇത് പ്രിൻസിപ്പൽ ഫോക്കസ്, ഇത് ഫോക്കൽ ലെങ്ത്. ആരുടെ? കോൺകേവിന്റെ. എങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എങ്ങനെ അളക്കണം? ഇവിടെ നിന്ന് ഫോക്കൽ ലെങ്ത് എങ്ങനെ അളക്കണം? പിയിൽ നിന്നും ഇടത്തോട്ട് അളക്കണം. അതിന്റെ അർത്ഥം പ്രിൻസിപ്പൽ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് മിറർ ഇസ് നെഗറ്റീവ്. അപ്പോ എഫ് നെഗറ്റീവ് ആരുടെയാണ്? കോൺകേവ്. ഇഫ് ഇറ്റ് ഈസ് കോൺവെക്സ് മിറർ, ഫോക്കസ് സി, ഇതാണ് ഫോക്കൽ ലെങ്ത്. ഇവിടെ x axis and y axis ഉണ്ടെങ്കിൽ f is on the right side, so focal length is on the right side, therefore that is positive for convex mirror. So vex mirror positive f, concave mirror negative f. So we have discussed some important points with regard to concave and convex mirrors. Distance of the object, distance of the image, it can be negative and positive, but distance of the object is always negative. Distance, focal length of a concave mirror is negative because it's on the left side. Focal length of a convex mirror is positive because that is on the right side. And this will help you a lot in solving some numerical questions. With new information, I will come in the next class. Till we meet again, take care, bye.